വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1139 ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാരണം ഇപ്പോഴും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറേയധികം കൂട്ടുകാർ സബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദ്യമുണ്ട്. നിങ്ങളൊരു ബ്ലാക്ക് ലവർ ആനിമി ഫാൻ ആണോ? ആനിമിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു സാഡ് ന്യൂസ് ആണ്. ആനിമി എന്തായാലും ഉടനെ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. എന്തായാലും ചെക്ക്ഔട്ട് ചെയ്തേക്കാം. സോ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മൗണ്ടൻ ഈറ്റർ എന്നാണ്. ഇവിടെ നമ്മുടെ ഹൂഹു പേജ് വണിനെ അതേപോലെ ഉൾഡിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുക. സോ ഈ ചാപ്റ്റർ തുടങ്ങാനത്ത് നമ്മുടെ ക്യാസിലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ സോറ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇടക്കൊന്നും നമ്മൾ ഈ താക്കോല് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇത് എന്ത് വലിയ കൊട്ടാരമാണ്. സത്യം പറഞ്ഞാൽ ഗാർഡ്സിനെ കൊണ്ടും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. കാരണം അവർക്കും അറിയാമല്ല ഇത് എവിടെയാണ് ഇരിക്കണത് എന്ന് നമ്മുടെ റോഡ് പറയുന്നുണ്ട്. എൽഡർ ജാർലിനും ബാക്കിയുള്ളവർക്കും മാത്രമേ ചിലപ്പോൾ ഈ താക്കോലിന്റെ കാര്യം അറിയത്തുള്ളൂ. ഏത് ആ സോഡ് ഗ്രാൻഡ് ബേ അത് തന്നെ. പക്ഷേ ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എനിക്ക് ആ താക്കോൽ തരുക. തോന്നുന്നുണ്ടോ നിനക്ക്? ലോക്കിനെ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞത് ഇവിടെ എന്ത് വലിയ ക്രൈം ആണെന്ന് നിനക്കറിയാം. പിന്നെ ആര് പറഞ്ഞ് ഞങ്ങൾ അവനെ തുറന്നുവിടാൻ പോകുകയാണെന്ന്? അത് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പൊ തന്നെ ലൂഫി സോറോനെ കളിയാക്കിക്കൊണ്ട് ഓടി നടക്കുവാണ്. അപ്പൊ നാമി ഒരു കാര്യം കാണുന്നുണ്ട്. നാമി അവരെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അത് റെഡ് കാർപ്പറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു രാജപദവിയുടെ അടയാളമാണ്. അതായിരിക്കും ത്രോൺ റൂം. സത്യം പറഞ്ഞാൽ ആ റൂമിന്റെ അവസ്ഥ കുറച്ചധികം ദാരുണമാണ്. കാരണം പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ്. ലൂഫി അപ്പോഴാണ് ആ ഒരു മാർക്ക് ശ്രദ്ധിക്കുന്നത്. ലൂഫി ബാക്കിയുള്ളവരെ വിളിച്ച് കാണിക്കുന്നുണ്ട്. റോഡ് പറയുന്നുണ്ട്, ഞാനിതാ ബുക്കിൽ കണ്ട മാജിക് സർക്കിൾ പോലെയുണ്ട്. സംഭവം ഞാനൊരു പിടുത്തവും കിട്ടും. നിങ്ങൾക്കറിയോ, പണ്ട് കുറെ കൺട്രീസിലൊക്കെ ഡീമൺസിനെ സമൺ ചെയ്യാൻ വേണ്ടി ഓരോ റിച്വൽ നടത്തുമായിരുന്നു. അതിലെ മാജിക് സർക്കിൾ പോലെ തന്നെയുണ്ട് ഇത് കാണാൻ. മാജിക് സർക്കിളോ? അതൊക്കെ അതിന് വർക്ക് ചെയ്യുമോ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ മാജിക് സർക്കിൾ എന്താണ് ഇവിടെ കാര്യം? ഞങ്ങളുടെ കൊട്ടാരത്തിന്റെ അകത്ത് എന്താണ് കാര്യം? ലൂഫി അപ്പൊ അവരുടെ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഇത് ഈ ഇടയ്ക്ക് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്നൊരു പിടുത്തമില്ല. പെട്ടെന്നായിരുന്നു അത് കേൾക്കുന്നത്. സ്ട്രോ ഹാറ്റ് ലൂഫി. അവരെല്ലാരും ഒരേപോലെ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. റോഡ് പറയുന്നുണ്ട് അതൊരു ഡീമൺ ആയിരിക്കും. അപ്പൊ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഡീമൺ ഒന്നുമല്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആരാണ് നീ? പുറത്ത് പാടാന്ന് പറഞ്ഞ് ലൂഫി കയറാൻ നിർത്തും. പക്ഷെ റോഡ് അവരെ മൂന്നുപേരെയും പൊക്കിക്കൊണ്ട് അവിടുന്ന് ഓടാൻ നോക്കും. ഈ സാമാനം പ്രേതം നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് റോഡ് ഓടുന്നുണ്ട്. നമ്മുടെ ലൂഫി പറയുന്നുണ്ട്, ഓടെല്ലാം റോഡെ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് റോഡിന്റെ നേരെ ഒരു കോടാല് വരുന്നുണ്ട്. എന്നിട്ട് ആ ഡോറിന്റെ അവിടെ നിന്ന് സ്ലാം ചെയ്യുന്നുണ്ട്. റോഡ് അവിടെ പേടിച്ചു പോയി അവരെല്ലാവരെയും കയ്യിൽ നിന്ന് എറിയുകയും ചെയ്യും. നാമീൻ തെറിച്ചു പോകുന്നുണ്ട്. ലൂഫി നാമീനെ എടുത്ത് സോറോടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ നോക്കാൻ നേരത്താണ് ആ ത്രോണിന്റെ മേളിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, ഞാൻ അങ്ങനെ ഓർത്ത് ചെയ്തതല്ല. അത് മറ്റാരുമല്ലായിരുന്നു, യാസാൻ എന്ന് പറയുന്ന ഒരു എക്സ് പൈലറ്റ് ആയിരുന്നു. അപ്പൊ അതിനെ റോഡ് ചോദിക്കുന്നുണ്ട്, യാസാൻ നിങ്ങളായിരുന്നു? അതാണെങ്കിൽ ആദ്യം തന്നെ പറയാം. എനിക്ക് നേരത്തെ ഇവിടുന്ന് ഒരു സ്ട്രേഞ്ച് ഹാക്കായിട്ട് ഒരു ഫീല് കിട്ടി. അതാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയത്. ലൂഫി, ഞാനൊരു റൂമർ കേട്ടല്ലോ, നീ നമ്മുടെ കായുടെ ഡിഫീറ്റ് ചെയ്തെന്ന്. സത്യം പറഞ്ഞ ഇത്ര വർഷമായി വാനൂരിലേക്ക് പോയിട്ട് എന്തായാലും ഒന്ന് തിരിച്ചവിടേക്ക് പോകണം. ലൂഫി ചോദിക്കുന്നുണ്ട്, യാസാന അതാരാണ്? നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ലെങ്കിൽ ഇതാണ് യാസാൻ, നമ്മുടെ എൽബഫിലെ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആ സ്കൂളിൽ വെച്ച് ഒരു റിപ്ലി എന്ന് പറയുന്ന മിസ്സിനെ കണ്ടില്ലേ? ആ പുള്ളിക്കാരുടെ ഭർത്താവാണ്. അപ്പൊ തന്നെ നമ്മുടെ ലൂഫി ചോദിക്കുന്നുണ്ട്, ആ കൊച്ചു വലിയ പയ്യന്റെ അപ്പനാണ്? എന്ത് കൊച്ചു വലിയ പയ്യനാ? അത് തന്നെ. അപ്പൊ നിങ്ങൾ ഓൾറെഡി റിപ്ലിനെ കൊളോണൊക്കെ കണ്ട അവന്റെ അമ്മയുടെ ജനറ്റിക്സ് ആണ് കിട്ടിയത്. കണ്ടാ പറയോ, അവന് 20 വയസ്സുണ്ട്. റിപ്ലിക്കാട്ടെ 80 വയസ്സുണ്ട്. എന്നെക്കാട്ടും മൂത്താണ് റിപ്ലി. സത്യം പറഞ്ഞ ജയൻസിനെ കെട്ടുന്നത് വലിയ തൊല്ലപ്പാണ്. കാരണം അവർക്ക് പ്രായം വെക്കത്തില്ല. നമ്മൾ മാത്രമേ ഇങ്ങനെ കിളവനെ പോലെ ഇരിക്കത്തുള്ളൂ. ഞാൻ പറയുന്നുണ്ട്, സമ്മതിക്കണം, നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലേ. സ്നേഹത്തിന് അതിരില്ലെന്ന് കേട്ടിട്ടില്ലേ? പണ്ട് തൊട്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. നീണ്ട കഴുത്തുള്ളവര്, നീണ്ട കാലുള്ളവര്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ഹൈബ്രിഡ് റേസിലുള്ളവരൊക്കെ എന്താ പറയാ, ജീവിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തെന്ന് മാത്രം. അത് പണ്ട് തൊട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ. നിന്നെ കണ്ടിട്ട് ഒരു എക്സ്പെർട്ടിനെ പോലെ ഉണ്ടല്ലോ. ആരാണ് നീ? ഞാനോ? ഞാനാണ് ദി വിഷണറി ഓഫ് ലവ്. അപ്പൊ തന്നെ ലൂഫിയോടും ചിരിക്കുന്നുണ്ട്. സാഞ്ചി എങ്ങനെ ഇത് അറിഞ്ഞാണല്ല, അവൻ ചങ്ക് പൊട്ടിച്ചാകും. അപ്പൊ പിന്നെ ഞങ്ങൾ ആ ലോക്കിയുടെ താക്കോലും തപ്പി ഇടയ്ക്ക വല്ല പിടുത്തമുണ്ടോ? അപ്പൊ തന്നെ ആ റോഡ് കാണുന്നുണ്ട്. ഇട പൊട്ടാ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണത്? അവൻ തരുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ ഞാൻ മറന്നുപോയി. അപ്പൊ അത് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ലോക്കിയോ? അതുകൊള്ളാം. അല്ലെങ്കിൽ എനിക്ക് നിന്നെ പോലത്തെ ട്രബിൾ മേക്കേഴ്സിനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, ലോക്കി ആരാണെന്ന് നിനക്കറിയാവോ? അവൻ നിന്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത് വലിയ കാര്യമാണ്. അവനെ ഇടിച്ച് നശിപ്പിച്ചിട്ട് ഞാൻ വീടിന് പൂട്ടിയിടും. നിനക്കൊരു കാര്യം അറിയാവോ? ഇന്ന് വരെ റെഡ് ഹെയർ ഷാങ്സിനല്ലാതെ ആർക്കും തന്നെ അവനെ പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടില്ല. ലോക്കിയുടെ കയ്യിലുള്ള പവേഴ്സിനെ കുറിച്ച് നിനക്കൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുമെന്ന് നിനക്കെല്ലാം പിടുത്തുണ്ടാന്ന് ചോദിക്കാൻ നേരത്ത് സോറോയും ലൂഫിയും കൂടെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. ഇങ്ങേർക്ക് ഇപ്പോഴൊന്നും പറ്റത്തൊന്നുമില്ല, നമുക്ക് താക്കോൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് താക്കോൽ കണ്ടുപിടിക്കാൻ പോകും. ഇതെല്ലാം കാണാൻ നേരത്ത് പുള്ളിക്കാരൻ കുറെ അധികം പഴയ ഓർമ്മകളൊക്കെ വരും. റോജറുമായിട്ട് പുള്ളിക്കാരൻ വഴക്ക് പിടിച്ചിരുന്ന കുറെ അധികം സീക്വൻസ് ഒക്കെ പുള്ളിക്കാരന്റെ മനസ്സിലേക്ക് വരും. ഒരു
ഹെൽപ്പ് ചെയ്തേ, നീ ആ ത്രോൺ കണ്ടോ, അതൊന്ന് ഇച്ചിരി ഒന്ന് മാറ്റിക്കാൻ അങ്ങോട്ട്. പിന്നെ നമ്മുടെ എൽവഫിൽ ആ ടൗൺ ആണ് കാണിക്കുന്നത്. അവിടെ ജയൻസ് ഒക്കെ നമ്മുടെ ഉസോപ്പിനൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവോ നമ്മുടെ പൈരറ്റ് ക്രൂയിലില്ലേ റോജർ റെയിലി അല്ലാതെ മറ്റൊരു മോൺസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. ഒരു തവണ നമ്മുടെ റോജറിന് തീരെ മേലാതെ വന്നപ്പോൾ പുള്ളി കഴിഞ്ഞ് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പുള്ളിയാണ് നമ്മുടെ റോജറിനെ കൊണ്ട് ഒരു മൗണ്ടൻസിന്റെ നടുക്കുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ എത്തിയത് ഹോസ്പിറ്റലിന് ചുറ്റിനും 100 കണക്കിന് പൈരറ്റ്സ് വന്നു അവരെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഒരുത്തൻ മാത്രം പുറത്തിറങ്ങി. അവന്റെ കയ്യിലാട്ടെ 2 കോടാലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവൻ 100 കണക്കിന് പൈരറ്റ്സ് ആയിട്ട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്തു. അത് മാത്രമല്ലാതെ ആ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ ആ മലനിരകളിൽ ഒരു മരം പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവന് മൗണ്ടൻ ഈറ്റർ എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ നമ്മുടെ ജിംബെ പറയുന്നുണ്ട്, ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൈലായിരുന്നല്ലോ. അത് മാത്രമല്ലാതെ റോജറിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു നമ്മുടെ റെയിലി. ഈ പുള്ളി റോജറിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാൻ കൂടിയാണ്. അങ്ങനെ ആ കസേര തള്ളി മാറ്റിയിട്ട് യാസാനും നമ്മുടെ റോഡും കൂടെ ഒരു സീക്രട്ട് റൂമിലേക്ക് പ്രവേശിക്കും. ലൂഫിക്ക് ഇത് കാണാൻ നിർത്തി തന്നെ കിട്ടിലും വൈബടിയും. കാരണം പുള്ളിക്കാരൻ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. സീക്രട്ട് റൂമോ, അത് പൊളി. പക്ഷെ ആ റൂമിലുണ്ടായിരുന്ന എല്ലാ പെട്ടികളിലകത്തും ഒന്നുമില്ലായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ നാമ എടുത്ത് കാർന്നുണ്ട്, എടക്കള്ള നീ എന്തോ പറഞ്ഞത്, എന്നെ പറയല്ലേ. അത് മാത്രമല്ല ഇതൊരു അബാൻഡൻ ഗ്യാസിലല്ലേ, ഇതിനകത്തൊക്കെ കള്ളന്മാർ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ നിങ്ങൾ അത് കണ്ടോ, എത്രയൊക്കെ കള്ളന്മാർ വന്നിട്ടും എന്തൊക്കെ അടിച്ചിട്ട് പോയിട്ടും അവരാരും ഇതിന്റെ മേത്ത് കൈവച്ചിട്ടില്ല. മറ്റൊരു ഭാഷയിൽ പറയാനാണെങ്കിൽ മോശപ്പെട്ട ആൾക്കാർക്ക് പോലും ലോക്കിനെ തുറന്നു വിടാൻ ഒരു ആഗ്രഹവുമില്ല. ഇത് അവൻ ഇവിടെ ഉണ്ടെന്നു. അതെ, കഴിഞ്ഞ 20 വർഷമായിട്ട് അവൻ ഇവിടെ തന്നെ ഉണ്ട്. ചുരുക്കം പറയാനാണെങ്കിൽ ഒരു ലെജൻഡ് തന്നെ. റോജറിന്റെ റെയിലിയുടെ കട്ടക്ക് പിടിച്ചു നിന്നൊരുത്തൻ, പൈരറ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാനായിട്ടുള്ള സ്കോപ്പർ ഗബാൻ. അപ്പൊ തന്നെ നമ്മുടെ ഗബാൻ പറയുന്നുണ്ട്, ഇത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂഫി നീ തന്നെ ഇത് വന്ന് മേടിച്ചു. എനിക്കറിയാം വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, വെറും 13 പേജസ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ലാതെ അടുത്ത ആഴ്ച നമുക്ക് ബ്രേക്ക് ആണ്, ആൻഡ് ഹി ഡിസേർവ്സ് എ ബ്രേക്ക്, സോ ലെറ്റ് ഹിം റെസ്റ്റ്.